الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. الحمد لله. മാസാന്തരമായി നമ്മുടെ മഹല്ലിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വലാത്ത് മജ്ലിസിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്ത് മജ്ലിസിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ദുആ ചെയ്യുന്നതും ആമീൻ പറയുന്നതുമായ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലാഹു തആല പൂർണ്ണ സ്വീകാര്യത തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പല നിലക്കുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. ആ വസിയ്യത്ത് ചെയ്യുന്നവരുടെ സർവ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്വലാത്ത് മജ്ലിസ് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇൽമും അതിനനുസരിച്ചുള്ള ബറക്കത്തും റഹ്മാനായ റബ്ബ് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കഴിഞ്ഞ മാസത്തെ സ്വലാത്ത് മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലിയാലുള്ള പ്രയോജനങ്ങൾ എന്താണ് എന്ന് നാം പറഞ്ഞു തുടങ്ങി. പരിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്മരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിയത് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്കുറുല്ലാഹ് ദിക്റൻ കസീറ. അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണേ എന്ന് അള്ളാഹു അവിടെയും ഓർമ്മപ്പെടുത്തിയത് മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടാണ്. എന്നാൽ ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി നേരിട്ട് മുഅ്മിനീങ്ങളോട് പറയുകയല്ല ചെയ്തത്. മറിച്ച് ആദ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരുന്നു. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ആദരവായ ഹബീബിന്റെ പേരിൽ അല്ലാഹു ആദ്യം സ്വലാത്ത് ചൊല്ലുകയാണ്. എന്നിട്ടോ അള്ളാഹുവിന്റെ മാലാഖമാര് സ്വലാത്ത് ചൊല്ലുകയാണ്. അള്ളാഹു ചൊല്ലി അതിനുശേഷം അള്ളാഹുവിന്റെ മാലാഖമാർ ചൊല്ലുകയാണ്. അതിനുശേഷമാണ് പടച്ചതമ്പുരാൻ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിയത് യുസല്ലൂന അലൻ നബി
യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അല്ലാഹു ആദ്യം ചൊല്ലാൻ, ഹബീബിനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ. അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യമായി അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. അതിനുശേഷം മാലാഖമാര് അല്ലാഹു കാണിച്ചു തന്നത് എപ്രകാരമാണോ അതേ പദ്ധതിയിൽ ചെയ്തതിനു ശേഷം അല്ലാഹു മുഅ്മിനീങ്ങളെ വിളിച്ചു ഓർമ്മപ്പെടുത്തി. അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ആദ്യം അള്ളാഹു മുഅ്മിനീങ്ങളെ നേരിട്ട് വിളിച്ച് ഓർമ്മപ്പെടുത്താം. ഇവിടെ ആലോചിച്ചു നോക്ക്, ആദരവായ ഹബീബിന്റെ പേരിൽ ഓർമ്മിക്കാൻ, സ്വലാത്ത് ചൊല്ലാൻ, അദ്കാറുകൾ ചൊല്ലാനൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ളതിനെ അള്ളാഹു ചൊല്ലി, മാലാഖമാര് ചൊല്ലി, അതിനുശേഷമാണ് മുഅ്മിനീങ്ങളെ വിളിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. എത്രാമത്തെ സ്ഥാനമാണ് അള്ളാഹു കൊടുത്തേക്കുന്നത്! സുബ്ഹാനല്ലാഹ്. എവിടെ പരിശോധിച്ചു നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പരിചയപ്പെടുത്തുന്നത് പോലെ അള്ളാന്റെ ഖുർആനിൽ ഹബീബിനെ പരിചയപ്പെടുത്താറുണ്ട്. അള്ളാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, അല്ലാഹു ആകാശഭൂമിയുടെ പ്രകാശമാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും പ്രകാശമാണ് അല്ലാഹു. അതിന്റെ വിശദീകരണം ധാരാളമുണ്ട്, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എങ്ങനത്തെ പ്രകാശമാണ്, ഏത് രീതിയിലുള്ള പ്രകാശമാണ്, ആ പ്രകാശം കൊണ്ടുള്ള പ്രയോജനം ആ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വഴിയാണ്, നേർവഴിയാണ് എന്നാണ്. അതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശ ലക്ഷ്യം ഇരിക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനോ യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹ് ബിഇذനിഹി വസിറാജൻ മുനീറാ. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു വസിറാജം മുനീറ, ജ്വലിക്കുന്ന വിളക്കായി അള്ളാഹുവിന്റെ റസൂലിനെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആകാശഭൂമിയുടെ വിളക്കാണെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വസിറാജം മുനീറ. ദഅവത്ത് നടത്തുമ്പോ, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ, അള്ളാഹുവിലേക്ക് വിളിക്കേണ്ടുന്നത് പ്രകാരമാണെന്നറിയോ? വസിറാജം മുനീറ, ജ്വലിക്കുന്ന വിളക്കായ നിലയിൽ. അള്ളാഹുവിന്റെ ഉപമ അതേപോലെ തന്നെ ഹബീബിനെ പഠിപ്പിക്കാം. പിന്നെ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഏത് സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പോലും പറയാത്ത എത്രയോ സഹാബിമാരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ കാണാതെ ജീവിച്ചിരുന്ന മുൻഗാമികളായ ഔലിയാക്കന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയില്ല. അത്രത്തോളം മഹാത്മ്യത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്നവർ നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പോട്ടെ, നമ്മൾ ചിന്തിച്ചു നോക്ക്, മൗലിദിൽ നമ്മൾ എന്തെന്നാ പാടുന്നേ? ഇന്ന ബൈതൻ തസാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശത്തെ കുറിച്ച് പറയാൻ അവിടെ ഐഷ റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, തുണി തച്ചിരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് നിന്ന് വന്ന പ്രകാശം കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്ത് നിന്ന് പ്രകാശത്തിന്റെ കിരണങ്ങൾ കൊണ്ട് കണ്ട് തച്ചിരുന്നു. നമ്മൾ കിടന്നാലും കാണില്ല, ചൊല്ലിയാലും കാണില്ല. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ, പ്രകാശത്തിന്റെ ഉറവിടമേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂലിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ, സ്വലാത്തുകൾ ചെല്ലാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബിന്റെ പേരിലാണ് സ്വലാത്ത് ചെല്ലേണ്ടുന്നത്. ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് ആദ്യം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ സിറാത്ത് എന്ന പാലത്തിലൂടെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ നടന്നു പോകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു.
സിറാത്ത് എന്ന പാലത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ് ഇതിനു മുന്നേ പറഞ്ഞു. വളരെയധികം വിശദീകരിക്കുന്നില്ല. ഇത് കേട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വാക്ക് കേട്ട മീകായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്ന് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം സിറാത്ത് എന്ന പാലത്തിലൂടെ കൈ പിടിച്ചുകൊണ്ട് പോകുമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബേ, നിങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ദിനേന ആരെങ്കിലും ചൊല്ലിയാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ, മാലാഖമാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ ഞാൻ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് മീകായിൽ അലൈഹിസ്സലാം. ഒരു മോമിനിന്റെ അഭിലാഷമാണ്, ആഗ്രഹമാണ് ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? എല്ലാ പ്രവാചകന്മാർക്കും ഹൗലുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും ഹൗലുണ്ട്. ആ ഭാഗങ്ങളിൽ അവരുടെ ആൾക്കാര്, അവരുടെ ഉമ്മത്തീങ്ങൾ എല്ലാവരും ചൊല്ലാറുണ്ട്. പക്ഷേ എന്റെ ഹൗദിന്റെ അടുക്കലാണ് ലക്ഷോപലക്ഷം ആൾക്കാര് വരിക എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹൗദുൽ കൗസർ നൽകിയ പ്രവാചകൻ അള്ളാഹുവിന്റെ ഖുർആൻ പോലും ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള ഭാഗ്യം 10 സ്വലാത്ത് അള്ളാന്റെ പേരിൽ ചൊല്ലിയാൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് നൽകുമെന്ന് മീകായിൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് പറയുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പറയുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൽ ഓതുന്ന മലക്കാണ്. ആ മലക്ക് വന്ന അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ പേരിൽ 10 സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത് അവനിക്ക് വേണ്ടി റൂഹ് പിടിക്കുന്ന സമയത്ത്, റൂഹ് പിടിച്ചു കഴിഞ്ഞ അള്ളാന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോ അവനിക്ക് വേണ്ടി സുജൂദിലായി ഞാൻ വീഴുമെന്നോ ഇസ്രാഫീൽ അലൈഹിസ്സലാം ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം, അള്ളാന്റെ റസൂല് നമുക്ക് വേണ്ടി സുജൂദിൽ വീഴും. അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു സന്ദർഭമാണ്. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് എന്ത് ചെയ്യും? സുജൂദിലായി കിടക്കും. എവിടെ വെച്ച്? മഹ്ശറയിൽ വെച്ച്. ഒരു ചാണകല് സൂര്യൻ നിന്നുകൊണ്ട് വെന്ത് ഉരുകി നിൽക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴും. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുന്ന. അതുപോലെ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു നമുക്ക് വേണ്ടി സുജൂദ് ചെയ്യുമെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള 10 സ്വലാത്ത്. ആ സ്വലാത്തുമായിരിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നിലക്ക് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് വേണ്ടി സുജൂദിൽ വീഴുമെന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാം ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാം. സുബ്ഹാനല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഭൂമി ലോകത്തും ഖൈറാണ്, വരാനിരിക്കുന്ന മരണാസന്നമാകുന്ന സന്ദർഭവും ഖൈറാൻ, മരിച്ച് ഖബറിനകത്ത് ചെന്നാലും ഖൈറാൻ. എന്തിന്റെ പേരില്? ആദരവായ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ. അസ്രാഈൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമും മീകായിൽ അലൈഹിസ്സലാമും ഇസ്രാഫീൽ അലൈഹിസ്സലാമും ഇത് ചെന്ന് പറഞ്ഞപ്പോ അസ്രാഈൽ അലൈഹിസ്സലാമും കടന്നു ചെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയിൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ. അസ്രാഈലാര? സുബ്ഹാനല്ലാഹ്. ഈ ഭൂമി ലോകത്ത് സൃഷ്ടിച്ചു. അതിനുശേഷം മാലാഖമാരെ സൃഷ്ടിക്കാൻ, മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചു. ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാൻ വേണ്ടി ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിടാൻ ഭൂമിയിലേക്ക് വന്നപ്പോ ഭൂമി പറഞ്ഞു, ജിബ്രീലെ എടുക്കല്ലേ. ജിബ്രീൽ കരഞ്ഞ് കാല് പിടിച്ചു പറഞ്ഞു, ജിബ്രീലെ എടുക്കരുത് മണ്ണ്. ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് എടുക്കല്ലേ. മീകായിൽ അലൈഹിസ്സലാമിനെ വിട്ടു, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിട്ടു. 3 പേര് ചെന്നപ്പോഴും കരഞ്ഞപ്പോ ഇവർ 3 പേര് തിരിച്ചു വന്ന അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ച റബ്ബേ, ഞങ്ങൾക്ക് കഴിയൂല. 4ാമത് അസ്രാഈലിനെ അങ്ങോട്ട് വിട്ടു. അസ്രാഈൽ അലൈഹിസ്സലാം വന്നു, ഭൂമിയിലേക്ക് ഇറങ്ങി മണ്ണെടുക്കാൻ പോയപ്പോ നിലവിളിച്ചപ്പോ പറഞ്ഞപ്പോ, ഭൂമിയെ, അള്ളാഹുവിന്റെ ഓർഡറാണ്, നീ കരഞ്ഞാലും നിലവിളിച്ചാലും
നിന്നിൽ നിന്ന് ഞാൻ മണ്ണെടുത്തു കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തു കൊണ്ട് കൊടുത്തു. അള്ളാഹുവിന് കൊണ്ടു കൊടുത്ത സന്ദർഭത്തിൽ അള്ളാഹു ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയ മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിനും എന്ത് ചെയ്തു? അള്ളാഹു അനുവാദം കൊടുത്തു. എന്ന് പറഞ്ഞാൽ എത്ര നിലവിളിച്ചിട്ടും ഒരു കാര്യമില്ല. കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കൊണ്ടുപോയേ പറ്റുള്ളൂ. ഈ ഭൂമി ലോകത്ത് ജനിച്ചു. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? മരിക്കാതിരിക്കണമായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ജനിക്കാതിരിക്കണം. അതേ ഉള്ളൂ. അതല്ലാതെ വേറൊരു പോംവഴിയില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കൽ നിർബന്ധമാണ്, വാജിബാണ്. ഇതല്ലാതെ മറ്റൊന്നും ഈ ഭൂമി ലോകത്തില്ല. പിന്നെ ഹൈറായ നിലയിൽ നമുക്ക് മരിക്കാൻ നമുക്ക് കഴിയണം. അസ്രാഈൽ അലൈഹിസ്സലാം കടന്നു വരാൻ ഹബീബിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ പേരിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിലയ്ക്ക് 10 സ്വലാത്ത് ദിനേന ചൊല്ലുകയാണെങ്കിൽ അവന്റെ റൂഹ് അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാൻ പിടിക്കുമെന്ന് ആദരവായ ഹബീബിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അസ്രാഈൽ അലൈഹിസ്സലാം പറയുകയാണ്. അമ്പിയാ മുർസലീങ്ങളുടെ റൂഹ് പിടിക്കുന്ന ചരിത്രങ്ങൾ പലത് പറയാനുണ്ട്. എങ്കിലും അതിൽ ഏറ്റവും മർമ്മപ്രധാനമായത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് സുഖമില്ലാതെയായി കിടക്കാം. പള്ളിയിൽ പോകാൻ കഴിയാതെ, കാല് നിലത്തൂന്നാൻ സാധിക്കാതെ, 2 സഹാബത്തിന്റെ പ്രേരണയാൽ 2 സഹാബത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പള്ളിയിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിക്കകത്തിരുന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. എപ്പോഴാ പ്രസംഗം നടത്തണേ? ഈ ഭൂമി ലോകത്ത് നിന്ന് വഫാത്താകാറെ ആയി സമയം അടുത്തു വന്നു. നമുക്ക് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലുള്ള നേർക്കാഴ്ചയാണ്, നേർവഴിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് ഞാനും നിങ്ങളും പഠിച്ചു വെച്ചിരിക്കുന്ന ആ ഭാഗം എടുത്തു വെച്ച് പരിശോധിക്കുമ്പോ ആദരവായ ഹബീബിന്റെ മരണം പോലും, മരണത്തിന് തൊട്ടു മുമ്പ് പോലുമുള്ള എല്ലാ ഓരോ വരികളും, ഓരോ ചലനങ്ങളും, ഓരോ നിശ്ചലനങ്ങളും നമ്മുടെ വഴിയാണ്, നമ്മുടെ നേർവഴിയാണ്. അതിലൊരു സംശയം വേണ്ട. ആദരവായ ഹബീബ് നടക്കാൻ പോലും കഴിയാതെ പള്ളിക്കകത്തേക്ക് വന്നിരുന്നു കൊണ്ട് സഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അള്ളാന്റെ റസൂല് പ്രഭാഷണം നടത്താം. നടത്താൻ എന്താ? നമ്മളുടെ വാപ്പായും ഉമ്മായും ഒക്കെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കില്ലേ? പ്രതീക്ഷയില്ലാത്ത രോഗത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷയില്ലാത്തവരുടെ അടുക്കൽ ചെയ്യേണ്ടുന്ന കാര്യമാണ് എന്തേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ടുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കേണ്ടുന്നത് ആര് എന്ന് പോലും ആദരവായ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. വഴക്ക് പ്രശ്നങ്ങളുള്ള മക്കൾ ചെന്നിരുന്നു കൊണ്ട് എന്ത് ചെയ്യരുത്? മാതാപിതാക്കളുടെ മുമ്പിൽ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. അതായത് മരണാസന്നമായ നിലയിൽ കിടക്കുന്നവർക്ക് ചൊല്ലിക്കൊടുക്കാൻ പാടില്ല. അല്ലേ? സുബ്ഹാനല്ലാഹ്. ഒരു പിതാവിന് രോഗം മൂർച്ഛിച്ചു. മകൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു, ഇനി ഏകദേശം വയസ്സായല്ലോ, ഇനി ഉപ്പാക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുത്ത് സന്തോഷത്തോടുകൂടി എന്ത് ചെയ്യണം? ഉപ്പായും കൂടെ സമാധാനപ്പെടുത്തിയുള്ള ജീവിതമായിരിക്കണം വേണ്ടുന്നത് എന്ന് മകനോട് പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ, വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോ മകൻ ഉപ്പയോട്, ഉപ്പ നിങ്ങൾക്ക് എന്തേലും വേണോ കഴിക്കാൻ? അന്ന് വരെ മിണ്ടാത്ത മകനാ മിണ്ടണേ. എന്തെങ്കിലും വേണമോ എന്ന് ചോദിക്കാത്ത മകനാ ചോദിക്കണേ. എപ്പോഴാ? ഡോക്ടർ പറയാണ് ഇനി എന്തില്ല, വലിയ കാലതാമസമൊന്നുമില്ല, അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ വലിയ രോഗമൊന്നുമില്ല. അപ്പോ വാപ്പ ചാരി ഇരുന്നുണ്ട് പറയുകയാണ്, എന്തേ അപ്പൊ ഞാൻ മരിക്കാറായില്ലേടാ? വാപ്പ മകനോട് പറയാണ്, അപ്പൊ ഞാൻ മരിക്കാറായി അല്ലേ എന്ന് പറഞ്ഞാൽ ഇനി വാപ്പ നിങ്ങൾ ഉള്ളതൊക്കെ എഴുതി ഇങ്ങോട്ട് തന്നേക്ക്. അള്ളാന്റെ റസൂൽ വരച്ച് കാണിച്ചു തരുന്ന ഭാഗമുണ്ടല്ലോ, 3 പവന് വേണ്ടി അമ്മയെ കുത്തിക്കൊന്നു. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞതായത്
1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇത് പറയുമ്പോ സൂക്ഷിച്ചു പറയണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. പ്രശ്നമുള്ള വഴക്കുള്ള മിണ്ടാതിരിക്കുന്ന മക്കൾ ചെന്ന് ഉപ്പയോട് പെട്ടെന്ന് ചോദിച്ചാൽ അത് പ്രശ്നമാണ്. പക്ഷേ അത് കാര്യം മനസ്സിലാക്കി ആദ്യമേ സുഹൃത്ത് ബന്ധം. തൊട്ടടുത്ത ദിവസം ഞാനൊരു ഭാഗത്ത് പോയപ്പോ ഉമ്മ വീണ് കാല് പൊട്ടി, അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഭാഗത്താണ് പൊട്ടൽ വീണത്. അതുകൊണ്ട് ഉമ്മാക്ക് ആ വേദന കൊണ്ട് അബോധാവസ്ഥയിലേക്ക് പോവാം. ചില സമയത്ത് അബോധാവസ്ഥയിലേക്ക് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോ ആ മകനെ വിളിക്കാൻ അവിടെ നിന്നു. ഏറ്റവും ഇഷ്ടം ആ മകനെയാണ്. മാസം 3-4 എങ്കിലും ആ ഉമ്മയുടെ വിളി അവിടെ നിന്ന്, ഉമ്മ ഞാൻ ദേ വരുന്നു, ഒരാള് പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചോടുന്ന ഒരവസ്ഥ. 4 മാസമോ 5 മാസമോ ആയി ആ വീണ് ഉമ്മ കിടക്കുന്ന സന്ദർഭത്തിൽ ആ മകനെ വിളിക്കുമ്പോൾ ഒരു വെറുപ്പുമില്ലാതെ, അത് ആര് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്തയില്ലാതെ ആ മകൻ ആ ഉമ്മയുടെ വിളി കേട്ടുകൊണ്ട് തിരിച്ചു പോകുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കലാണ്. ഖുർആൻ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ആലോചിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്. ഇന്ന് അങ്ങനത്തെ മക്കളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ഭാഗ്യമാണ്, വല്ലാത്ത ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് അത്തരക്കാരായ മക്കളെ പടച്ചു തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഉപ്പയോട് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവിടെ പ്രശ്നമായി. എത്ര സ്ഥലത്താ, എത്ര ഭവനങ്ങളിലായിരുന്ന പ്രശ്നം. മക്കളും മാതാപിതാക്കളുമായിട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഉപ്പയോടും ഉമ്മയോടും എങ്ങനെ കാണിക്കുന്നുവോ അതുപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്നേഹം കാണിച്ചാൽ, ഉപ്പയെ ആദരിച്ചാൽ, ഉമ്മയെ ആദരിച്ചാൽ 4 ഗുണങ്ങൾ ആ മക്കൾക്ക് കിട്ടും. ഉപ്പയെ നിന്ദിച്ചാൽ, ഉമ്മയെ നിന്ദിച്ചാൽ 4 രീതിയിലുള്ള ശിക്ഷകൾ അള്ളാഹു നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പിറകെ നമുക്ക് ചർച്ച ചെയ്യാൻ. മാതാപിതാക്കളോടുള്ള കടമകൾ. അപ്പോ മക്കളോടുള്ള കടമകൾ ഉണ്ടോ? രാവിലെ വിളിച്ച് പല്ലിയേൽപ്പിക്കൽ അല്ലാതെ എന്തെങ്കിലും കടമകളുണ്ടോ? നമുക്ക് പിറകെ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് മദീന പള്ളിയുടെ അകത്തേക്ക് വന്നിരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, അല്ലാഹുമ്മ മൻ സബ്ബബ്തുഹു ഔ ശതംതുഹു ഔ അഖൽതു മിൻ മാലിഹി ഔ ളറത്തുഹു ഫജ്അൽഹാ റഹ്മതൻ ഇൻദക. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, എന്റെ മുന്നിലിരിക്കുന്ന എന്റെ പൊന്നു മോമിനുകളെ, എന്റെ പ്രിയ സഹോദരിമാരോട് ചരിത്രം കേൾക്കുന്ന ലാഘവത്തോടുകൂടി കാണരുതേ. അള്ളാന്റെ റസൂലിന്റെ ജീവിതം നമ്മുടെ ജീവിതം ആക്കി മാറ്റിയാലല്ലാതെ വിജയമുണ്ടാവില്ല. അള്ളാന്റെ റസൂല് സഹാബത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, ഞാൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ആരുടെയെങ്കിലും ധനം അകാരണമായി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ടോ? ആരെയെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടോ? ആരെയെങ്കിലും ഞാൻ ഇടിച്ചിട്ടുണ്ടോ? എങ്കിൽ പ്രതികാര നടപടി എടുക്കുക. നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരിച്ചടിക്കാനുള്ള സമയമാണിതാണ് സഹാബത്തെ. അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള റഹ്മത്തിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു സഹാബ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്ന് പൊരുത്തപ്പെടുവിക്കുന്നതിനെ, നിങ്ങൾ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഹാബത്ത് പറഞ്ഞില്ലേ, അന്തവും മുന്നമ്മബൂൻ മാറായിനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഞങ്ങളുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം ഹബീബാണ്.
എല്ലാത്തിനേക്കാളും ഇഷ്ടം ഹബീബാണ് റസൂലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതികാര നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഹബീബേ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരുന്നു കൊണ്ട് പറയേണ്ട താമസം ഉക്കാശ റളിയല്ലാഹു തആല എഴുന്നേൽക്കുകയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുന്നു, അള്ളാഹുവിന്റെ റസൂലേ, എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് പ്രവാചകരെ, എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് പ്രവാചകരെ, എനിക്ക് അതുപോലെ പ്രതികാര നടപടി ചെയ്യണമെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരുന്ന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അലി ഇബ്നു അബീ ത്വാലിബ് പോലെയുള്ള സഹാബാക്കന്മാരെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഉക്കാശ, അള്ളാന്റെ റസൂലിന് വല്ലാത്ത വിഷമമല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ, അതുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പ്രതികാര നടപടി ചെയ്യണ്ട ഉക്കാശ, പകരം ഞങ്ങളുടെ ജീവൻ നീ എടുത്തുകൊള്ളുക. അള്ളാന്റെ റസൂൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബത്തെ, ഉക്കാശയ്ക്ക് പ്രതികാര നടപടി എന്നോടാണ് ചെയ്യേണ്ടുന്നത് സഹാബത്തെ, അതുകൊണ്ട് അവിടെ ഇരിക്കണമെന്ന് സഹാബത്തിനോട് പറയുമ്പോ എന്റെ മുന്നിലിരുന്നു കൊണ്ട് കേൾക്കുന്ന എന്റെ പൊന്നു പെങ്ങളെ, മരിക്കാൻ സമയം നമുക്കില്ല. ഏത് സമയത്താണ് മരണപ്പെടുന്നതെന്നറിയില്ല, ഏതവസ്ഥയിലാണ് മരണപ്പെടുന്നതെന്നറിയില്ല. നമ്മുടെ ഭർത്താവിന്റെ പൊരുത്തം നമുക്കുണ്ടോ, നമ്മുടെ ഉമ്മയുടെ പൊരുത്തം നമുക്കുണ്ടോ, നമ്മുടെ ഉപ്പയുടെ പൊരുത്തം നമുക്കുണ്ടോ, നമ്മുടെ മക്കളുടെ പൊരുത്തം നമുക്കുണ്ടോ? മരണാസന്നനായി കിടക്കുന്ന, മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സഹാബത്തിനോട് പറയുകയാണ്, ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികാര നടപടി ചെയ്തു കൊള്ളുക. ഉക്കാശ റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കിൽ ഉക്കാശയോട് പറയാൻ, ഉക്കാശ, താങ്കൾ പ്രതികാര നടപടി നടത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വിളിക്കുമ്പോ അള്ളാന്റെ റസൂലിനോട് ഉക്കാശ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എന്നെ ഉപദ്രവിച്ചത് ബദറിന്റെ രണാങ്കണത്തിലേക്ക് അന്ന് പോകുന്ന സന്ദർഭത്തിൽ അങ്ങയുടെ കയ്യിലിരുന്ന കുന്തം കൊണ്ടാണ് എന്നെ കുത്തിയത് പ്രവാചകരെ, അതുപോലെ തിരിച്ചെനിക്ക് കുത്താതെ എനിക്ക് കഴിയില്ല പ്രവാചകരെ എന്ന് പറയുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഫാത്തിമാന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് പറ, ബദറിന്റെ രണാങ്കണത്തിലേക്ക് പങ്കെടുത്തപ്പോ ഞാൻ കൊണ്ടുപോയ കുന്തമൊന്നിങ്ങ് കൊണ്ടുവരാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഭവനത്തിലേക്ക് ഓടുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാനോട് ചോദിക്കുകയാണ്, പൊന്നുമക്കളെ, ആ സമയത്ത് നിങ്ങൾ സദസ്സിലില്ലായിരുന്നോ? എന്തുകൊണ്ട് ഉക്കാശാനോട് മറുപടി പറയുന്നില്ല? ഉക്കാശാനോട് ഉപ്പച്ചാനക്കെതിരെ ഖിസാസ് നടപ്പാക്കാതെ, പ്രതികാര നടപടി ചെയ്യാതെ എന്തുകൊണ്ട് നിങ്ങൾ ഏൽക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്, അല്ലയോ ഉമ്മ, ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് മുതിർന്നവർ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, അലി ഇബ്നു അബീ ത്വാലിബ് ഒക്കെ പറഞ്ഞു, പക്ഷേ ഉപ്പച്ച് സമ്മതിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വരാൻ തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടും അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്നില്ല. ആ കുന്തം ഇങ്ങ് തരാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുമ്പോ ആ കുന്തം വാങ്ങിക്കൊണ്ട് മദീന പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിൽക്കുന്ന ഉക്കാശാന്റെ കയ്യിലേക്ക് ആ കുന്തം അങ്ങോട്ട് കൊടുക്കുമ്പോ ഉക്കാശ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങനെ കുത്തുന്ന സമയത്ത് എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങയും ഈ ഖമീസ് ഊരി മാറ്റി തരണമെന്ന് പറഞ്ഞപ്പോ ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞാൽ പ്രകാരമാണോ അനുസരിക്കുക? അപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ ഖമീസ് ഊരി മാറ്റുകയാണ്. ആ സമയത്ത് കശംസി തൽഹറുൽ ഐനൈനി മിൻ ബൂദി صغيرة وتقل لترف والأمم. അല്ലാഹ്
അള്ളാന്റെ ശരീരം, അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തുള്ള പ്രകാശം കണ്ട് സഹാബത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. ആ സന്ദർഭത്തിൽ ഉഖാശ റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങയെ ബുദ്ധിമുട്ടിച്ചതിൽ എനിക്ക് പൊരുത്തം തരണം പ്രവാചകരെ. അങ്ങയുടെ ശരീരത്തിനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ നരകത്തിലേക്ക് കടന്നു പോകാതെ സ്വർഗത്തിൽ കിടക്കുമല്ലോ. അതുകൊണ്ടൊന്ന് ചേർന്ന് നിൽക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞതെന്ന് ഉഖാശ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ആ സമയത്ത് സഹാബത്തൊക്കെ പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിലേക്ക് കടന്നു ചെന്ന അല്ലാഹുവിന്റെ റസൂലിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലാണ്, വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ചെറുഭവനത്തിലേക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭവനത്തിലേക്ക് ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്നുകൊണ്ട് പറയാണ്, ഉപ്പച്ചയ്ക്ക് സുഖമില്ല, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, അസുഖം ഭേദമായാൽ അങ്ങയുടെ മുന്നിലേക്ക് ആളെ വിടുന്നതായിരിക്കും, മടങ്ങണമെന്ന് പറഞ്ഞു വിടുകയാണ്. 3 പ്രാവശ്യത്തോളം സലാം പറയുന്നു. 3-ാം പ്രാവശ്യം തല ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പുറത്തേക്ക് നോക്കി ഫാത്തിമ ബീവിയോട് പറയുകയാണ്, മോളെ ഫാത്തിമ, വാതിലൊന്ന് തുറന്നു കൊടുത്തേക്കുക. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാതിലങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്. വാതിൽ തുറന്നു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയോട് ചോദിക്കുന്നു, ഫാത്തിമ, ഈ വന്നു നിൽക്കുന്നത് ആരെന്നറിയോ? അറാബിയായ മനുഷ്യരാണെന്ന് തോന്നുന്നു ഉപ്പച്ചി എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മോളെ ഫാത്തിമ, ഹാദിമുൽ ലസ്സാത്ത് വഖാതിഉ ശവാത്ത് വമുഫർരിഖുൽ ജമാഅത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് വഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ. പൊന്നുമോളെ, ഈ വന്നു നിൽക്കുന്നത് അറാബിയായ മനുഷ്യരല്ല, പിന്നെയോ ഹാദിമുൽ ലസ്സാത്ത്, ഈ ഭൂമിയുടെ സർവ്വവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ആളാണ്. വഖാതിഉ ശഹവാത്ത്, എല്ലാ ശാരീരിക മാനസിക ഇച്ഛകളെയും മുറിച്ചു കളയുന്നയാളാണ്. വമുഫർരിഖുൽ ജമാഅത്ത്, കൂട്ടുകാരില്ലാതാക്കുന്നയാളാണ്. വമുയത്തിമുൽ ബനീന വൽ ബനാത്ത്, ആൺമക്കളെയും പെൺമക്കളെയും യതീമുകളാക്കുന്നയാളാണ്. വഖാബിലുൽ അർവാഹ് മലക്കുൽ മൗത്ത് അസ്റായീൽ, മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന, മനുഷ്യരുടെ റൂഹ് പിടിക്കുന്ന അസ്റായീലാണ് പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേൾക്കേണ്ട താമസം ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മോളെ കരയല്ല മോളെ, നിലവിളിക്കല്ല മോളെ, ഈ ബുദ്ധിമുട്ടല്ലാതെ രണ്ടാമതൊരു ബുദ്ധിമുട്ട് നിന്റെ ഉപ്പച്ചിക്കില്ല. അസ്രായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കുകയാണ്. റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലുമായിട്ട് കുശലാന്വേഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അസ്രായീലിനോട് പറയാണ്, അസ്രായീൽ, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്രായീൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഓർഡർ പ്രകാരം ജിബ്രീൽ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖത്തേക്ക് നോക്കുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ജിബ്രീൽ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ജിബ്രീൽ? എന്നോട് എന്ത് തെറ്റാണ് ചെയ്യാൻ പറഞ്ഞത് ജിബ്രീൽ?
ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ ജിബ്രീൽ? എന്റെ മുഖത്തേക്ക് നോക്കാതെ നിൽക്കുകയാണല്ലോ. എന്റെ പൊന്നു മോമിനെ ചിന്തിക്കണേ. അസ്രായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ പേരിൽ 10 സ്വലാത്ത് ആരാണോ ചൊല്ലുന്നത് അവർക്ക് അല്ലാഹുവിന്റെ റസൂലേ അമ്പിയാക്കളുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാൻ റൂഹ് പിടിക്കുമെന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി ചിന്തിക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുകയാണ്, അസ്രായീൽ റൂഹ് പിടിക്കുമ്പോ അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് കഴിയില്ല, അങ്ങയുടെ മുഖമൊന്ന് ചുളുങ്ങുന്നത് കാണാൻ എനിക്ക് കഴിയില്ല പ്രവാചകരെ. അങ്ങയുടെ വിഷമം താങ്ങാൻ എനിക്ക് കഴിയില്ല പ്രവാചകരെ. ആരാ പറയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാമാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് ഇങ്ങനെ പിടിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമാനോട് പറയുകയാണ്, ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്. പൊന്നുമോളെ, മരണത്തിന് ഒരു ഉഗ്രതയുണ്ട് മോളെ, മരണത്തിന് ഒരു വേദനയുണ്ട് മോളെ, അത് താങ്ങാൻ കഴിയില്ല മോളെ. അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കിൽ റൂഹ് പിടിച്ചു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് അസ്രായീലിനോട് ചോദിക്കുകയാണ്, അസ്രായീലേ, എന്റെ ഉമ്മത്തിന്റെ റൂഹം പിടിക്കുന്നത് പ്രകാരമാണോ? അല്ലാഹുവിന്റെ റസൂലിനോട് അസ്രായീൽ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഭൂമി ലോകത്ത് വെച്ച് ഇതുപോലെ ഒരാളുടെ റൂഹിനെയും ഞാൻ പിടിച്ചിട്ടില്ല, ഇനി ആരുടെ റൂഹും ഇതുപോലെ ഞാൻ പിടിക്കില്ല പ്രവാചകരെ. അത്രത്തോളം മയത്തിലാണ്, അത്രത്തോളം വേദനയില്ലാതെയാണ് ഞാൻ അങ്ങയുടെ റൂഹ് പിടിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഇന്നലിൽ മൗത്തിൽ സക്കറാത്ത്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് എന്റെയും നിങ്ങളുടെയും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ഞാനും നിങ്ങളും മരിക്കണ്ടേ? മരിക്കേണ്ടവരാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ആ സമയത്ത് വല്ലാതെ വേദന കൊണ്ട് പുളയാതെ സുഖകരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ കഴിയണോ? ചൊല്ലിക്കോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 പ്രാവശ്യമല്ല, 100 അല്ല, 1000 അല്ല, 10000 അല്ല, എത്രയാണോ നിനക്ക് ചൊല്ലാൻ കഴിയുന്നത് അത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്നാൽ നിനക്ക് ഖൈറാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പോലും പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ റൂഹ് പിടിക്കുന്നത് പോലും അത്ര മയത്തിലാകുമെങ്കിൽ ചിന്തിക്കേണ്ട പൊന്നു പെങ്ങളെ, മരിക്കണ്ടേ, മരിക്കണ്ടേ. അസ്രായീൽ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നമ്മുടെ റൂഹ് പിടിക്കുന്നത് മയത്തിലാക്കണ്ടേ? ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്ക്, ചൊല്ലുന്നതിന് വേണ്ടി സമയം കണ്ടെത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് പിടിക്കുന്ന സമയത്ത് മയത്തിൽ റൂഹ് പിടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്രായീലിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.